എൻ്റെ പേര് ഗൗതം, എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആകാശ് ആൻഡ് എക്സാം എൻ്റെ സ്കൂളിൽ വെച്ച് കണ്ടക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് ഞാൻ എഴുതി, അതിലെനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ആകാശിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 9th and 10th ഫൗണ്ടേഷൻ കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്കത് നല്ലതായി തോന്നി. അതുകൊണ്ട് ഞാൻ ആൻഡേ വീണ്ടും എഴുതി 11th 12th വേണ്ടി വീണ്ടും അഡ്മിഷൻ എടുത്തു. എൻട്രൻസ് ഈ JEE മെയിൻസ് ആൻഡ് അഡ്വാൻസിന് വേണ്ടി. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് മാത്സ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. അപ്പോൾ എനിക്ക് മാത്സിന് വേണ്ടി കൂടുതൽ ബുക്ക് വായിക്കുകയും പിന്നെ ഒളിമ്പ്യാഡ്സ് എഴുതുകയും അതുപോലെ തന്നെ മാത്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഫിസിക്സൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് പ്യുവർ സയൻസ് ആയിരുന്നു താല്പര്യം. അപ്പോൾ അതിനുവേണ്ടി ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടായ IISc ബാംഗ്ലൂരിന് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എന്ത് എക്സാമാണ് എഴുതേണ്ടതെന്ന് ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി IITയിലേക്കും എല്ലാം എൻട്രൻസ് ആയ ഈ JEE അഡ്വാൻസ് തന്നെയാണ് ഈ IIScയിലേക്കും ഉള്ള എൻട്രൻസ്. BTech മാത്രമല്ല BSc പഠിക്കാനും ഈ JEE അഡ്വാൻസ് എഴുതിയാൽ നമുക്ക് പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനത് എഴുതി. എനിക്കിപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 394 കിട്ടി. അപ്പോൾ എനിക്ക് ഈ IIScയിലേക്കുള്ള വഴി തുറന്നു. അപ്പോൾ ഞാനവിടെ BS റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ മനസ്സിലാക്കി പോവുക, അതായിരുന്നു എൻ്റെ മെയിൻ കാര്യം. പിന്നെ വീട്ടിൽ വന്ന് അന്നത്തെ വർക്കൊക്കെ തീർക്കുക, ബാക്ക്ലോഗ് ഇല്ലാണ്ട് തീർക്കാനാണ് ഞാൻ ശ്രമിക്കുക. പക്ഷേ എനിക്ക് 11th ഞാൻ അത്ര സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഫുള്ള് 100% എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ 12th സിലബസൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഈ 11th ഇതൊന്ന് റിവിസിറ്റ് ചെയ്തു. അപ്പോൾ അതായത് 12th ക്വസ്റ്റ്യൻസ് എല്ലാം 100% തീർത്തിട്ട് നമ്മൾ 11th ബാക്ക്ലോഗൊക്കെ തീർക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ രാവിലെ 5:30 എണീക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 1.5 മണിക്കൂറെങ്കിലും പഠിക്കാൻ കിട്ടും. പിന്നെ വൈകുന്നേരം പഠിക്കാനുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ ഒക്കെ മിനിമം കിട്ടും. അപ്പോൾ അതായത് ഒരു ദിവസം ക്ലാസ് കൂടാതെ ഒരു 4 മണിക്കൂറെങ്കിലും ഞാൻ പഠിക്കുമായിരുന്നു. സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ JEE പ്രിപ്പറേഷൻ്റെ സമയത്ത്. ഇപ്പോൾ വാട്സപ്പാണ് ആകെ ഉണ്ടായിരുന്നത്, അത് ഞാൻ ഒഴിവാക്കി പൂർണ്ണമായിട്ട്. പിന്നെ സിനിമകളൊന്നും കാണാറുണ്ടായിരുന്നില്ല. ഞാൻ ലെഷർ ടൈമിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വോളിബോൾ കളിക്കുമായിരുന്നു, പിന്നെ ടേബിൾ ടെന്നീസ് കളിക്കുമായിരുന്നു, പിന്നെ യോഗ ചെയ്യുമായിരുന്നു. അതായത് എനിക്ക് മെഡിറ്റേഷൻ യോഗ ചെയ്ത് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു യോഗ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പൂർണ്ണ സമയം ഇരുന്ന് പഠിക്കുകയല്ല ഞാൻ ചെയ്തിരുന്നത്. അതായത് ഫുൾ ടൈം ഈ പഠിപ്പ് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഹെൽത്തിന് ഭയങ്കര മോശമായിരിക്കും. ഞാൻ ഈ JEE ജേർണിയിൽ എനിക്ക് കുറേ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ചില ടോപ്പിക്സൊക്കെ വീക്കായിരുന്നു. അത് മാത്രമല്ല ഈ 11th ബാക്ക്ലോഗൊക്കെ, പിന്നെ അത് മാത്രമല്ല ചില പരീക്ഷകളിൽ എനിക്ക് ഭയങ്കര ലോ ആയിട്ടും റാങ്കൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഡൗൺ ആയി പോകും. ആ സമയത്ത് എനിക്ക് ഈ ടീച്ചേഴ്സും പാരൻസുമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്, എനിക്ക് മോറൽ സപ്പോർട്ട് തന്നിരുന്നത്. ഇനി ബാക്ക്ലോഗൊക്കെ നമുക്ക് തീർക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ ടീച്ചർമാരോട് ചോദിച്ചു. അപ്പോൾ ടീച്ചർമാരാണ് പറഞ്ഞത് നമ്മൾ 12th സിലബസ് ഫോക്കസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും സമയം കിട്ടും ഈ 11th ബാക്ക്ലോഗ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ബ്രാഞ്ചിലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഡിസ്കഷനും, അതായത് ഇപ്പോൾ അവർക്ക് കിട്ടാത്ത വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, അപ്പോൾ എനിക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പൈൻ സ്റ്റഡിയും ഈ പ്രിപ്പറേഷന് വലിയൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു. ഞാൻ 5th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ എനിക്കൊരു ബുക്ക് വാങ്ങിച്ചു തന്നിരുന്നത്, വിങ്സ് ഓഫ് ഫയർ, APJ അബ്ദുൽ കലാമിൻ്റെ ബയോഗ്രഫി ആയിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയർഡായി, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിലും ഒരു സയൻറ്റിസ്റ്റ് എന്ന നിലയിലും. അപ്പോൾ അതിനുശേഷം എനിക്ക് സ്റ്റീഫൻ ഹോക്കിങ്സ് പോലത്തെ സയൻറ്റിസ്റ്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ആസ്ട്രോഫിസിക്സ് പെർസ്യൂ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ IIScയിൽ പ്യുവർ സയൻസ് എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇനി അടുത്തത് 3 സെമസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആസ്ട്രോഫിസിക്സിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഞാൻ മേജറായിട്ട് എടുക്കുന്നത്. IISc ബാംഗ്ലൂരിൽ പ്യുവർ സയൻസ് എടുത്തതിന് ശേഷം ഇനി 4th സെം തൊട്ട് ഞാൻ ആസ്ട്രോഫിസിക്സ് റിലേറ്റഡ് ടോപ്പിക്സാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ ഹയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന് വേണ്ടി പോകും. അതിനുശേഷം സൊസൈറ്റിക്കും സയൻസിനും രാജ്യത്തിനും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നല്ലൊരു സയൻറ്റിസ്റ്റ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഈ 4 വർഷത്തെ JEE ജേർണിയിൽ ആകാശിൻ്റെ മെറ്റീരിയൽസും പിന്നെ ടെസ്റ്റ് സീരീസും പിന്നെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും വളരെ യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് അച്ചീവർ, സക്സസ് മാഗ്നറ്റ്, സ്കൾ ക്രഷേഴ്സ്, പ്രാക്ടീസ് അസൈൻമെൻറ്റ്, ഇതൊക്കെ എനിക്ക് വളരെ യൂസ്ഫുള്ളായിരുന്നു. ഇതിലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഈ ടെസ്റ്റ്, ഈ ആകാശിൻ്റെ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JEEയുടെ ഇൻ്റർഫേസ് ആയിട്ട് വളരെ സിമിലറാണ്. അതായത് അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യിക്കും ഈ ടെസ്റ്റ് സീരീസൊക്കെ. പിന്നെ ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്
നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഇരുന്ന് എറർ അനാലിസിസ് ചെയ്യും, അടുത്ത ടെസ്റ്റിന് വേണ്ടി നമ്മളെ കൂടുതൽ പ്രാപ്തനാക്കാൻ വേണ്ടി. ഈ JEE മെയിൻസിനും അഡ്വാൻസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ് ഈ ആകാശിൻ്റെ JEE ചലഞ്ചർ ആപ്പ്. ആ ആപ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നു. അതിൽ നമുക്ക് നമ്മളുടെ ഒരു ടീച്ചറിനെ പോലെയോ അതൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പായിരുന്നു അത്. അതിൽ ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ് നമ്മൾക്കും നമ്മുടെ ടീച്ചേഴ്സിനും അറിയാൻ പറ്റും. അപ്പോൾ അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പായിരുന്നു. +1 +2 ബോർഡ്സ് അതിൻ്റെ കൂടെ തന്നെ IIT NIT എയിംസ് ജിപ്മർ IISc ബാംഗ്ലൂർ ഐസർ ഇതുപോലത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്വപ്നം കാണുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഗോൾസ് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാത്രം പ്രയത്നിക്കുക. തീർച്ചയായും ഈ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ജേർണി എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഞാനും ഇതുപോലത്തെ സിറ്റുവേഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ലക്ഷ്യം മനസ്സിൽ മുറുകെ പിടിക്കുകയും നമ്മുടെ കഴിവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഏത് ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് വെൻ ടാലൻറ്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്.